എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഹോക്കറാസിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഓസ്കാർ യൂസ്ഡ് കാറിൻ്റെ വീഡിയോസ് തന്നെയായിട്ടാണ്. എന്നും വരുന്നത് പോലെ തന്നെ ഇവിടെ ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളതായിട്ട് ഒന്നും തന്നെ എക്സാക്ട്ലി ഇല്ല. എങ്കിലും ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു വിർച്വൽ ഷോപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് പ്രകാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ്. ഷോപ്പിൽ നിലവിലുള്ള വണ്ടികൾ ഞാൻ കാണിക്കാം, അതേപോലെ അതിൻ്റെ പ്രൈസിങ്ങും എത്രയാണെന്നുള്ളത് പറഞ്ഞു പോകാം. അപ്പോൾ അധികം എന്താ പറയുക, മുഷിപ്പിക്കാതെ തന്നെ ഞാൻ ചാനലിലേക്ക് കിടക്കണേണ്. പിന്നെ നമുക്കിന്ന് ഒരു മെഴ്സിഡസിൻ്റെ എസ് ക്ലാസ് മേബാക്ക് ഫ്രണ്ട് ലിഫ്റ്റഡ് ഫേസ് ലിഫ്റ്റഡ് 350 വരുന്നുണ്ട്. 2008 മോഡൽ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി സാറ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ യൂസ് ചെയ്തിരുന്ന കാറാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് പാർക്ക് ആൻഡ് സെൽ കാറ്റഗറിയിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരും ഇല്ലെന്ന് അറിയില്ല. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ നാളത്തേക്ക് ഇടാം. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക, എൻ്റെ വീഡിയോ തുടങ്ങി ഈ കാര്യങ്ങളെല്ലാം ജസ്റ്റ് കൺക്ലൂഷൻ പോലെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക, ഒരു എൻഡിങ് വീഡിയോ കാര്യങ്ങളൊന്നും ഇടാനായിട്ട് ഞാൻ അങ്ങനെ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോസിലോട്ട് പോവാം. നമുക്ക് നമ്മുടെ ഷോപ്പിലെ നിലവിലുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കണ്ടിട്ട് സൈൻ ഓഫ് ചെയ്യാം. ഓക്കെ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഓൾറെഡി സ്വാഗതം പറഞ്ഞു കഴിഞ്ഞു. ഇനി വണ്ടികളിലോട്ട് പോവാം. ഫോർച്യൂണർ നോക്കുന്നവർ 2012 മോഡൽ ഓട്ടോമാറ്റിക് ഡീസൽ 4x2 നമുക്ക് പ്രൈസിങ് വരുന്നത് 13 ആസ്കിങ് പ്രൈസ്. പിന്നെ റെനോൾട്ടിൻ്റെ ക്യാപ്ചർ 2018 മോഡൽ 690 ആസ്കിങ് പ്രൈസ്, നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അതേപോലെ ഫോർഡിൻ്റെ എക്കോസ്പോർട്ട് ടൈറ്റാനിയം, ഇത് ഡീസൽ അല്ല പെട്രോളാണ്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 7.25 നെഗോഷ്യബിൾ പ്രൈസിങ് ആണ് കേട്ടോ. കാരണം നമ്മൾ പ്രൈസിങ് പറയുമ്പോൾ ഓൾറെഡി പറയുകയാണ്, ഒറ്റയടിക്ക് കയറ്റി പറയുകയാണ്, അല്ലെങ്കിൽ ഹൈ വാല്യൂ ആണെന്നൊക്കെ പറയുന്ന ഒരു വണ്ടി ഒന്ന് ഓടിച്ച് അതിൻ്റെ കംഫർട്ട് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് വണ്ടിയുടെ വില ഭാഗത്തിലോട്ട് വരിക. പിന്നെ ഇന്നോവ ക്രിസ്റ്റ 2016 മോഡൽ, അതിൻ്റെ പ്രൈസിങ് വരുന്നത് 15 ലക്ഷമാണ്. 1,70,70,000 കിലോമീറ്റർ ഓടിയേക്കുന്ന സിംഗിൾ ഓണർ വണ്ടി. പിന്നെ നമ്മുടെ ഡിസയർ CNG കേട്ടിട്ടുള്ള ഡിസയറാണ്. അപ്പോൾ ഇതിന് മൈലേജ് അത്യാവശ്യം വരുന്നുണ്ട്. അതുപോലെ പ്രൈസിങ് വരുന്നത് 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 6.5 ലക്ഷം രൂപയാണ് ആസ്കിങ് പ്രൈസ് വരുന്നത്. പിന്നെ എമേസ് പ്രൈസ് വരുന്നത് 8.5 ലക്ഷം രൂപയാണ് എമേസിൻ്റെ പ്രൈസ് വന്നേക്കുന്നത്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല പെർഫെക്റ്റ് കണ്ടീഷൻ വണ്ടിയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസിങ് ആണ്. നിങ്ങൾ വണ്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നിങ്ങൾ എടുക്കാനും സാധ്യത കൂടുതലുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഗ്ലാൻസ പ്രൈസിങ് വന്നേക്കുന്നത് ഇത്തിരി കൂടുതലായിട്ടാണ് എന്താ പറയുക, മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ച് പറയാൻ പറ്റുക. കാരണം ടാക്സ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും പ്രൊഡക്ഷനുള്ള വണ്ടികളെയൊക്കെ കൂടുതൽ ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഒരു പിന്നെ നമുക്ക് വരുന്നതാണ് മാരുതിയുടെ സ്വിഫ്റ്റ് വരുന്നത്. അത് 4.85 പ്രൈസ് വരുന്നത്. 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിന് അത്യാവശ്യം നല്ലൊരു ഹാൻഡി ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടി, അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ പ്രൈസിങ് പറഞ്ഞാൽ 4.85, 64,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ എമേസ്, ഇത് മിനിഞ്ഞാന്ന് കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് അതിൻ്റെയും കൂടെ റേറ്റിംഗ് ഇടാം. ഇത് ഏകദേശം പ്രൈസ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു 390 പ്രൈസ് പറഞ്ഞത്, 2013 മോഡൽ. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ കിട്ടാനുണ്ട്. പിന്നെ ഇന്നോവ വേറെ ഒന്നും പറയാനില്ല, സിംഗിൾ ഓൺഡ് വണ്ടിയാണ്. അത് 2013 മോഡൽ, 1,24,000 കിലോമീറ്റർ ഓടിയേക്കാണ്. 10.5 ലക്ഷം ആസ്കിങ് പ്രൈസ് പറയുന്നു. ഈ നമ്മുടെ ഇവിടുത്തെ മറ്റ് ഷോറൂമുകളെ അനുബന്ധിച്ചൊക്കെ ഹൈ റേറ്റാണ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ക്വാളിറ്റി ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികൾ ഡെലിവറി ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക, സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വരുന്നത്. അപ്പോൾ ക്വാളിറ്റി വണ്ടികൾ നോക്കുമ്പോൾ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. എന്നാൽ ഇല്ല എന്നല്ല, പുറത്ത് അവൈലബിൾ ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് വണ്ടികൾ കൊടുക്കുന്നവരുണ്ട്. അവർ ആ ക്വാളിറ്റി വിലയല്ല നോക്കുന്നത്, അവർ ആ സമയത്ത് എന്ത് കിട്ടും എന്നുള്ള ലാഭത്തിന് അവർ പ്രൈസ് കുറച്ച് കൊടുക്കുന്നതുകൊണ്ടിട്ടാണ് മാർക്കറ്റിൽ ചെറിയ വേരിയേഷനും കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 2.35, 2.30 കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഇതെല്ലാം ഇപ്പോൾ ഞാൻ കാണിക്കുന്ന വണ്ടികളെല്ലാം ഫിനാൻസ് അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ്. എക്സെപ്റ്റ് ഒരു ഫോർഡ് ഫിഗോ ഞാൻ കാണിക്കും, അത് 2010 മോഡൽ, അത് ഫിനാൻസ് കിട്ടില്ല. പിന്നെ XUV ഇത് വരുന്നത്